റൂമിൽ ഇനി എ സി വേണ്ടെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ ഒരു റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോണ്ട് പെട്ടെന്നാണ് ഇങ്ങനൊരു സാധനം എൻ്റെ കണ്ണിലേക്ക് വന്നേട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കേ ചെയ്ത് നോക്കൂടാ, കാരണം എ സി ഇല്ലാത്തവരാണല്ലോ മെയിനായിട്ടത് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, നല്ല നെഗറ്റീവ്സൊക്കെ കിട്ടുന്നുണ്ട് ആ ഒരു വീഡിയോക്ക് അവരിട്ടതിന്. അപ്പോൾ അതിന് ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ. സംഭവം റിയൽ ആണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് നെഗറ്റീവ് ഇട്ടിട്ട് ഇതാക്കുന്നത്, ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, അതാ ചിരട്ട. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചിരട്ടയൊക്കെ എടുത്ത് വെച്ചേട്ടാ. മണ്ണൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ട് വേണം പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കണ്ടേ. ആദ്യം ഞാൻ ചിരട്ട ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചാക്കൊക്കെ കൊത്തി അലമ്പാക്കിയിട്ടൊക്കെ. അപ്പോൾ 2 എണ്ണം എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുവെള്ളം. ഇനി നമുക്കിതിനെ ഫ്രീസ് ചെയ്യിപ്പിക്കാം അല്ലേ. എൻ്റെ ഫ്രിഡ്ജിൽ ഇതാ ചെമ്മീൻ മറ്റേ ഞണ്ടും ഇതൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ തണുപ്പിക്കാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞണ്ടൊന്ന് മാറ്റട്ടെ. അപ്പോൾ പാത്രമൊക്കെ ഞാൻ നല്ല സോപ്പിട്ടൊക്കെ കഴുകി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചിരട്ട ഇതാ ഇങ്ങനെ ഇതിനകത്തിട്ട് വെക്കാം അല്ലേ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പൈപ്പ് അങ്ങോട്ട് തിരിക്കുക. വെള്ളം മറയുന്നുണ്ട്. ഞാനിങ്ങനെ നല്ലോണം ചിരട്ട ഇങ്ങനെ നിറച്ച് വെച്ച് ഇതുപോലെ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഐസാക്കി എടുക്കണം അല്ലേ. സംഭവം ഞാൻ ഈ റീൽ കണ്ടപ്പോൾ അവർക്ക് തന്നെ നല്ല നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുറേ പേര് അത്രയും ഇതിനകത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇറങ്ങിയത് കേട്ടോ. നെഗറ്റീവ്സ് നോക്കണ്ട, അത് ഏത് വീഡിയോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും എ സി ഒക്കെ ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നല്ലേ പറഞ്ഞത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യേണ്ടവളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കട്ടെ. നമ്മൾ ഈ ചൂടിന് കിടന്നുറങ്ങിയല്ലേ, ഇതൊന്ന് വിജയിക്കുകയാണെങ്കിൽ നമുക്കൊരു കൂളിങ്ങിന് കിട്ടുമല്ലോ. നോക്കാം അല്ലേ. പിന്നെ ഞങ്ങളിപ്പോൾ വേറെ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടങ്ങോട്ട് കൂടുന്ന സമയത്ത് നമ്മളെ ടേബിൾ ഫാൻ ഉണ്ടല്ലോ. അപ്പോൾ ടേബിൾ ഫാൻ എന്ത് ചെയ്യും, ഒരു ജനലങ്ങ് തുറന്നിട്ടിട്ട് ടേബിൾ ഫാൻ അങ്ങോട്ട് പുറത്തേക്ക് കാറ്റ് വീശുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് വെച്ചിട്ടാ. ഇത് തന്നെ സംഭവം കേട്ടോ. ഇതെല്ലാവരും ഒരു മിക്ക ആൾക്കാരും വെച്ചിട്ടുണ്ടാവും, എന്തായാലും പരീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഇതൊരു ഭയങ്കര ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെ കേട്ടോ. കാരണം വേറെ ഒന്നല്ല, തണുത്ത് പറക്കുന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഈ ഉള്ളിലുള്ള ആ ചൂടില്ലേ, ആ ചൂട് എന്തായാലും നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ പോകും കേട്ടോ. മുകളിൽ ആ ഫാനും ഇട്ട് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ ചൂട് ഭയങ്കരമായിട്ട് പോയിട്ട് നമുക്കൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി ഞങ്ങൾക്ക് എന്തായാലും ഗുണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് നോക്കാം. ഇതും കൂടി നല്ലതാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. എന്തിനാ വെറുതെ എ സി ഒക്കെ മേടിച്ചിട്ടല്ലേ. നോക്കട്ടെ, ഇനിയിപ്പോൾ എനിക്കും ചിലപ്പോൾ വരും നെഗറ്റീവ്സ്. എന്തായാലും ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ കാര്യം. അപ്പം ഇതെടുത്ത് ഞാൻ മെല്ലെ ഫ്രീസറിലേക്ക് കൊണ്ടോട്ടെ. അമ്മേ മറിയുന്നു. അപ്പം ഞാൻ എന്തായാലും എന്താ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെന്തായാലും ഇത് തണുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു വൈകുന്നേരത്തോട് ഉച്ച കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയി ഞാൻ എടുത്ത് വെച്ചപ്പം. അപ്പോൾ എന്തായാലും നാളത്തേക്ക് ഇത് നല്ല ഫോമിൽ വരുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ തണുത്ത് കുറച്ച് കിടക്കാം അല്ലേ, നോക്കാം. അപ്പം നമ്മൾ ഇന്നലെ ഒരു സാധനം തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് നമ്മളെ എ സി റൂമിൽ കിടന്നിറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ പോലെ. നമ്മുടെ എ സി ഒന്നും ഇല്ലാട്ടാ. പക്ഷേ ഇന്നെന്തായാലും അവർ പറഞ്ഞതുപോലെ ആ സാധനത്തിന് നമ്മൾ ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. ഇന്നെന്തായാലും തണുത്ത് വിറച്ച് കിടക്കാൻ പോവുകയാണ്. നന്ദു എന്നോട് ചോദിക്കുന്നവരായിരുന്നു, നന്ദു ഇങ്ങ് നിനക്കല്ലേ എ സി കിടക്കണം എന്ന് പറയണത്. ഇന്ന് നമ്മൾ എ സിയിലെ കിടക്കാൻ പോകുന്നത്. ഇങ്ങനെയുണ്ട് ആദ്യം കിടന്നിട്ട് പറയാൻ സനിന്നല്ലേ ഇപ്പൊ പറയുന്നുണ്ടാവുക. ഇന്ന് കിടന്നിട്ട് പറയാൻ പോകണേ. സാധനം നമ്മൾ എടുക്കട്ടെ. എന്തായാലും രാത്രി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ജനലൊക്കെ തുറന്നിട്ടൊക്കെ ഉണ്ട്, കാരണം ചൂടല്ലേ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് ഞങ്ങൾ ഈ എ സി പ്രവർത്തിപ്പിക്കും. മാറിക്കടാ. ഇതാണ് ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കും രാത്രി. അപ്പോൾ നമുക്ക് എ സി ആണ്, നമുക്ക് ഡെയിലി എ സി ആണ്. പക്ഷെ ഇപ്പം നമ്മൾ ശരിക്കുള്ള എ സിയിലേക്ക് പോകാൻ വേണം. എടുക്കട്ടെ നമുക്ക് ആ സാധനം. നന്ദനെ പുറകെ നടന്ന് ചോദിക്കട്ടെ എന്താണ് സംഭവം എന്ന് പറയാൻ. അമ്മ ഉടായിപ്പാണെന്ന്. ഞാൻ ഉടായിപ്പാണെന്ന് ഈ ലോകം മുഴുവൻ അറിയാവുന്നത്. ഫുൾ ഉടായിപ്പാ. എന്ത് സംഭവം എന്താന്ന് തുറക്കങ്ങട് സംഭവം കാണണ്ടേ. തുറക്ക്, ഒരു മയത്ത് തുറക്കടാ. എന്താടാ, നമുക്കിതില്ലേ വെക്കാനേ ഒരു പാത്രം വേണം. ഓക്കെ, സെറ്റാക്കാൻ വേണ്ടിയിട്ട് പാത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്താക്കിയിട്ട് വെക്കാം. നോക്കാം, ഇതിങ്ങോട്ട് എടുക്കട്ടെ. നമ്മളെ സാധനം വന്നിട്ടാ മോനെ. ഉണ്ടോ? ഇനി നമുക്കിതിനെ ഇറക്കി ഇങ്ങോട്ട് വെക്കാം. ഇറക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടേ.
റൂമിനെ തണുപ്പിക്കാൻ പോണ ഐറ്റം, ഏക ഐറ്റം. ഇനി എൻ്റെ മുകളിൽ കുറച്ച് ഉപ്പൊടി വിതറാൻ മാറ്റുന്നുണ്ട്, നോക്കട്ടെ. ഉപ്പിടണമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ കല്ലുപ്പിടുന്നുണ്ട്. കുറച്ച് കല്ലുപ്പ് ഇതിങ്ങനെ കാണിക്കാൻ കിട്ടുക, ഇങ്ങനെ വിതറി പെട്ടെന്ന് അലിഞ്ഞു പോവാണ്ടിരിക്കാനാണെന്നാണ് അവർ പറഞ്ഞത്. നോക്കാം. ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളെ റൂമിലേക്ക്. ഇനി നമ്മളെ റൂമിൽ ഇതാ ഇതിവിടെ ഇങ്ങനെ എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ നന്ദൂറാണ്. ഓ ഇപ്പൊ തന്നെ ചെറിയ തണുപ്പുണ്ട്. നമ്മൾ റൂമിലൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ഫാൻ ഇടാൻ പോയാണ്. അതൊന്ന് കിടന്നു നോക്കാം, തണുക്കണ്ടാന്ന് നോക്കാമല്ലോ നമുക്ക്. ഫാൻ ഇടട്ടെ ഇതാ ഫാൻ കറങ്ങിയിരിക്കുന്നു. ഇനിയാണ് നമ്മളൊക്കെ പരിപാടി നടക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെയാണ് പറയണമെന്ന് അറിയില്ല. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എനക്കങ്ങട് അത് കൂട്ടിയിട, ഫാൻ അങ്ങോട്ട് കൂട്ടിയിട്. എന്ത് കാര്യമെന്ന് എന്തൊരു തീരെ വിശ്വാസമില്ലാത്ത പോലെ ഉണ്ടല്ലോ. കൂട്ടിയിട്, തണുക്കട്ടെ അങ്ങോട്ട്, റൂം അങ്ങോട്ട് തണുക്കട്ടെ. ജനലടച്ചിടാൻ പറഞ്ഞ അവർ. അപ്പം ഞങ്ങളിനി താച്ചാൻ പോയാണ് കേട്ടാ. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഉറങ്ങട്ടെ സുഖമായി. ഇങ്ങനെ തണുപ്പുണ്ട് എന്ന് രാവിലെ പറഞ്ഞുതരാം. അപ്പം ലൈറ്റ് ഓഫ്, എന്നാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. നോക്കാം. അപ്പം നേരം പിളർന്ന് എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മളെ ചിരട്ടയും വെള്ളമൊക്കെ അതാ ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിതങ്ങോട്ട് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്കിതങ്ങോട്ട് ശരിയായിട്ടില്ല. ഞങ്ങളതാ ഈ ടേബിൾ ഫാൻ തന്നെ ഞങ്ങൾക്ക് വർക്കായത് കേട്ടോ. തണുത്ത് വിറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാതാണ്. അവർ പറഞ്ഞ ചുമ്മാതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് ഏറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു എ സി എഫക്റ്റ് ഒന്നും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആ ടേബിൾ ഫാൻ ഇട്ടു, ഞങ്ങളുടെ ആ ഒരു റൂമിലെ ചൂട് അങ്ങോട്ട് പുറത്തോട്ട് പോയി. സാധാ പോലെ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഇതുപോലെ ഇങ്ങനെ വന്ന് എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നൊരു ചെറിയൊരു പരീക്ഷണം. വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. വിജയിച്ചവരുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് വിജയിച്ചിട്ടില്ല. ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. അപ്പോൾ എന്തായാലും ചിരട്ട ഇനി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.